നമസ്കാരം. രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചവർ ഇന്ത്യക്കാരായിരിക്കും. കാരണം നരേന്ദ്രമോദിയുമായി അദ്ദേഹം വെച്ചുപുലർത്തിയ അടുപ്പം തന്നെയായിരുന്നു അതിന് കാരണം. എന്നാൽ അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ ഈ പ്രതീക്ഷ തെറ്റായിരുന്നുവെന്ന് ബോധ്യമായി. കടുത്ത വിസ നിയന്ത്രണങ്ങളും അനധികൃത കുടിയേറ്റത്തിന് എതിരായ നടപടികളുമൊക്കെ ഇന്ത്യക്കാരെ സാരമായി ബാധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വിഷയമാണ് ഇക്കാര്യത്തിൽ യുഎസിലെ ഇന്ത്യക്കാരെ അലട്ടുന്നത്. യുഎസിലേക്ക് കുടിയേറിയവരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് പ്രധാനമായും ആശങ്ക നേരിടുന്നത്. രാജ്യത്തെ മാറിയ നിയമങ്ങളാണ് ഇവരെ കൂടുതൽ ആശങ്കയിലേക്ക് നയിക്കുന്നത്. H1B വിസ ഉടമകളുടെ മക്കൾ അവരുടെ 21ാം ജന്മദിനത്തോട് അടുക്കുമ്പോൾ ഇക്കാര്യത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം പ്രയാസം നേരിടുകയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ അവരെ ഇനി H4 വിസ കൈവശമുള്ള മാതാപിതാക്കളുടെ ആശ്രിതരായി തരംതിരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. നേരത്തെ പുതിയ വിസ സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് ഈ കുട്ടികൾക്ക് US നയം 2 വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു. എന്നാൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളിലെ സമീപകാല മാറ്റങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഈ വ്യവസ്ഥ ഇനി നിലനിൽക്കുമോ എന്നതിനെ കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് സ്വയം നാടുകടത്തപ്പെടാൻ നിർബന്ധിതരാകാനുള്ള സാധ്യതയാണ് ഇതിൽ പ്രധാന വെല്ലുവിളി. അവരിൽ പലർക്കും ജനനശേഷം ഇവിടേക്ക് യുഎസിലേക്ക് എത്തിയതിനാൽ വലിയ ബന്ധമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. 2023 മാർച്ചിലെ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഏകദേശം 1,34,000 ഇന്ത്യൻ കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് അവരുടെ ആശ്രിത വിസ പദവി നഷ്ടപ്പെട്ടേക്കും എന്നാണ്. വിവിധ കോടതികളുടെ സമീപകാല വിധികളും ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 21 വയസ്സ് തികഞ്ഞതിന് ശേഷം ആശ്രിത പദവി നഷ്ടപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് നാടുകടത്തലിൽ നിന്ന് താൽക്കാലികമായി 2 വർഷത്തെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന DCA നിയമത്തിലെ കോടതി ഇടപെടലുകളാണ് ആശങ്ക കൂട്ടിയത്. ഈ സാഹചര്യത്തിൽ യുഎസിലെ നിരവധി ഇന്ത്യൻ യുവാക്കൾ തങ്ങളുടെ അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഇതാണ്. ഗ്രീൻ കാർഡ് അംഗീകാരത്തിനായി അവരുടെ മാതാപിതാക്കൾ 12 മുതൽ 100 വർഷം വരെ നീണ്ട കാത്തിരിപ്പ് കാലയളവ് നേരിടുന്നു എന്നതുകൂടിയാണ്. ഇതോടെ നിർബന്ധിത നാടുകടത്തലിന് ഇവരും വിധേയരാവുമോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ആശങ്ക. അതിനിടെ ഈ യുവാക്കളിൽ ചിലർ കാനഡ, UK പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ ലളിതമായി കാണുന്നത് കൊണ്ടാണത്. ഇതാണ് അവരെ ആകർഷിക്കുന്ന ഘടകം. ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതിന് മുമ്പ് ഇത്തരം രാജ്യങ്ങളിലേക്ക് മാറുകയാവും അവരുടെ ലക്ഷ്യം. എങ്കിലും ഈ ആശങ്ക വലിയ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നത് തീർച്ചയാണ്. രണ്ടാം തവണ അധികാരത്തിലേറിയ ശേഷം അനധികൃത കുടിയേറ്റത്തിലും ജന്മാവകാശ പൗരത്വത്തിലും അടക്കം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികളെ നാടുകടത്തിയതിന് പിന്നാലെ വിവാദമായേക്കാവുന്ന പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനൊരുങ്ങുകയാണ് ട്രംപ്. മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന മൈ ബെസ്റ്റ് ഫ്രണ്ട് ടീംസിന് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യം കൂടി ട്രംപിന്റെ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാൻ പൗരന്മാർക്ക് യുഎസിലേക്കുള്ള യാത്ര വിലക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റു രാജ്യങ്ങൾക്കും വിലക്ക് വരാമെന്നാണ് വിവരം. യാത്രാ വിലക്ക് അടുത്തയാഴ്ച ആദ്യം പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ തീരുമാനം വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്കൊപ്പം ജീവൻ പണയപ്പെടുത്തി പോരാടിയ അഫ്ഗാൻ പൗരന്മാരോടുള്ള വഞ്ചനയായാണ് ട്രംപിന്റെ നീക്കത്തെ വിമർശകർ വിശേഷിപ്പിക്കുന്നത്. അതൊന്നും പക്ഷേ ട്രംപ് മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാം വട്ടം കിട്ടിയ പ്രസിഡന്റ് പദവി കുരങ്ങന് പൂമാല കിട്ടിയതുപോലെ കൊണ്ടാടുകയാണ് മിസ്റ്റർ ട്രംപ്. അത് എവിടെ വരെ ചെല്ലുമെന്ന് കാത്തിരുന്ന് കാണാം.